ഇന്ന് കാലത്ത് തന്നെ ഉണ്ടല്ലോ നമ്മൾ കാലിക്കറ്റ് പോകാമെന്നെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു. പക്ഷേ ഉമ്മാക്ക് ഇന്നലെ രാത്രി അമ്മയൊക്കെ തീരെ സുഖമില്ലാണ്ടായി. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പ്ലാൻ മാറ്റി. അപ്പോൾ ഞാൻ മാത്രം പോയിട്ടില്ല, ബാക്കിയുള്ളവരൊക്കെ കാസർഗോഡൊക്കെ വിട്ട്, കാലിക്കറ്റ് മാറ്റിയിട്ട് കാസർഗോഡൊക്കെ വിട്ട്. അപ്പം സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞ്. ഇപ്പോൾ ഉമ്മാക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉമ്മ പറഞ്ഞാൽ നീ പോകുന്നെങ്കിൽ പോയിക്കോന്നാണ്. അപ്പോൾ ഞാനിത് കേൾക്കേണ്ട താമസം വേഗം ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം പോകണം. അപ്പോൾ പക്ഷേ അവിടെ അവരെ വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കില്ല, റണ്ണിങ്ങിലായതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും കാസർഗോഡല്ല, അങ്ങോട്ടേക്ക് വിടാൻ വഴിയിൽ നിന്ന് ആരെങ്കിലും തിരിച്ച് വിളിക്കുമായിരിക്കും. അപ്പോൾ അവരെ കൂടെ ജോയിൻ ചെയ്താൽ മതിയല്ലോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. കാസർഗോഡ് 63 കിലോമീറ്റർ. ഇവിടെല്ലാം റോഡ് വീതി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, സൈഡിലത്തെ ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം മുറിച്ച് നീക്കി മരങ്ങളെല്ലാം പോയി. അതുകൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് അങ്ങ് എത്തുന്ന വരെ നല്ല അടിപൊളി വെയിലും കൊണ്ട് പോകേണ്ടി വരും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്തായതുകൊണ്ട് വെയിലുണ്ടെങ്കിലും എന്താ പറയുക, അങ്ങനെ ഒരു ചൂടില്ല. നമ്മൾ ഊട്ടിയിലെല്ലാം പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു ക്ലൈമറ്റ് ഇല്ല. അതാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നല്ല വെയിലുണ്ട്, പക്ഷേ ചൂടറിയുന്നില്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോൾ 2-3 കൊല്ലം കഴിയുമ്പോഴേക്ക് നമുക്ക് കാസർഗോഡ് ഈ 63 കിലോമീറ്റർ എന്നെല്ലാം പറഞ്ഞത് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. ഈ പോകുന്ന ട്രെയിൻ ഇപ്പോൾ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ രണ്ടാളും ഇവിടെ വെച്ചതിനായിരിക്കും അടി ഉണ്ടാവുക. ഇപ്പം തന്നെ ഇത് തുടങ്ങി. അനന്തപുര കുറേ പോണേന് റോഡ് നല്ലതാ. ഓ ഓ ഓ ഫ്രണ്ട്സ്, ഇപ്പം ഞാനുണ്ടല്ലോ അനന്തപുരം ടെമ്പിളിൻ്റെ അടുത്ത് എത്തി. റൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഒരു പണി കിട്ടിയത്, അതൊരു 1.5 മുട്ടം പണിയാണ് കിട്ടിയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തിയിട്ട് അവരെ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല. ഞാൻ വരുമ്പോൾ വരുന്നതിന് മുമ്പേ, അതായത് രാവിലെ ഞാൻ ഷാലുവിനെ വിളിച്ചതും പറഞ്ഞ് ഞങ്ങൾ അനന്തപുരം ടെമ്പിളിലേക്കാണ് പോകുന്നത്. അപ്പം മുമ്പേ ഇവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനന്തപുരം ടെമ്പിളിൽ ഒരു മുതലുണ്ട്, അതിനെ കാണാൻ വേണ്ടി പോകണം. അപ്പം ഇന്ന് എൻ്റെ റൈഡ് ക്യാൻസലായപ്പോൾ അവർ പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അവൾ ഇറങ്ങുന്ന സമയത്ത് ഞാൻ വിളിച്ച് നോക്കുമ്പോഴേക്കും അവൾ ഫോൺ എടുത്തില്ല. അവിടെ പിന്നെ വിചാരിച്ചു ഏതായാലും അനന്തപുരം അല്ലേ, ഏതായാലും അങ്ങോട്ടേക്ക് വിടാന്ന് വിചാരിച്ചാൽ. ഇപ്പോൾ അനന്തപുരം ടെമ്പിളിൻ്റെ മുമ്പിലെത്തി. ഇവിടെ എത്തിയിട്ടും വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല. ഇവിടെ വണ്ടിയും കാണുന്നില്ല. അപ്പം ഞാനത് വിചാരിച്ചു വെച്ചാൽ ഇവിടെ എത്തിയിട്ട് അവരോട് പറയിപ്പിക്കാം ഇവിടുത്തെ മുതലിൻ്റെ കഥകളെന്നാണ്. പക്ഷെ അവരിപ്പോൾ ഇവിടെ ഇല്ലല്ലോ. ഞാൻ തന്നെ പറഞ്ഞുതരാം, കേട്ട് അറിവേ ഉള്ളൂ കേട്ടോ. എനിക്കറിയില്ല എങ്ങനെയെന്നുള്ളത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മുതലുണ്ട്. അപ്പോൾ ആ പൂജാരി വിളിച്ചു കഴിഞ്ഞാൽ ആ മുതല വരും, എന്നിട്ട് ചോറ് മാത്രമേ കഴിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. സാധാരണ മുതല മാംസാഹാരം കഴിക്കുന്നതെന്നല്ല, ഈ ഒരു മുതല മാംസാഹാരം എല്ലാം കഴിക്കുന്നത്, ചോറ് മാത്രമേ കഴിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ചാൽ അവരുടെ എക്സ്പീരിയൻസ് തന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചത്. പക്ഷേ എന്താ ചെയ്യുക, ഇങ്ങനെ ആയിപ്പോയി. ഇവിടെ കണ്ട ഒരുപാട് സ്ഥലം ഇങ്ങനെ ഏക്കർ കണക്കിന് ഒഴിഞ്ഞ സ്ഥലങ്ങളല്ല. അവിടെ കുറച്ച് ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫുള്ളായിട്ട് ഒഴിഞ്ഞ പറമ്പാണ് മൊത്തത്തിലുള്ളത്. പിന്നെ ഇവിടെ 1-2 കുഞ്ഞു വീടുകളുണ്ട്. പക്ഷെ അതെല്ലാം അടച്ചിട്ടിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവർ ജോലിക്കാരെ പോയവരെ വീടായിരിക്കും. ഫസ്റ്റ് ടൈം പണി കിട്ടുന്നതാണെങ്കിൽ നല്ലവണ്ണം ആസ്വദിച്ചേട്ടാ. അതുകൊണ്ട് എന്തായി, ആദ്യമായിട്ട് ഒറ്റക്ക് പില്ലം പോലും ഇല്ലാണ്ട് ഒറ്റക്ക് ഇത്രയും ദൂരം റൈഡ് ചെയ്തിട്ട് വന്ന് കാസർഗോഡ് നിന്ന് ഏകദേശം 12 കിലോമീറ്ററാണ് ഇത് അകത്തോട്ടായിട്ട് വരുന്നത്. തിരിച്ചു പോകും ബേക്കൽ ഫോർട്ടിലെല്ലാം കയറാൻ വിചാരിച്ച് അവരോട് ജോയിൻ ചെയ്യാമല്ലോ. അവരത് കണ്ടു കഴിയുമ്പോഴേക്ക് എനിക്ക് ജോയിൻ ആകാൻ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്ക് ഞാൻ പറഞ്ഞില്ല, കഥയെല്ലാം മാറി. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനൊന്നും കഴിയില്ലല്ലോ. വിളിച്ച് കിട്ടാതിരുന്ന് എന്താ ചെയ്യുക, ഇനിയിപ്പോൾ തിരിച്ചു പോകുക, അത്ര തന്നെ.
ഗൈസ് ഞാനിപ്പോൾ ഉണ്ടല്ല കാസർഗോഡ് ടൗണിലുള്ള ഒരു പോണ്ടം ജ്യൂസ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് 2-3 ദിവസം മുമ്പ് ഇവർ ഈ പോണ്ടം ജ്യൂസിൻ്റെ ഒരു ആർട്ടിക്കിൾ കണ്ടിരുന്നു. അവരൊരു പുതിയ ജ്യൂസല്ല എന്താ ഒരു സംഭവം ഇത് പോണ്ടം ദിൽവാലെ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കരിക്കിൻ്റെ ആ ഒരു സംഭവത്തിൽ തന്നെ കൊണ്ടുവരുന്നതാണ്. അപ്പം അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കുടിക്കാൻ വേണ്ടി കാസർഗോഡ് എത്തേണ്ടത് അങ്ങനെ ഒന്ന് ആഗ്രഹിച്ചിരുന്നു. കാരണം കണ്ണൂർ എത്തിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമുക്കെല്ലാം കഴിച്ചുകൂടെ. പക്ഷേ നോക്കിയാൽ ഞാനിപ്പോൾ കറങ്ങിത്തിരിഞ്ഞ് കാസർഗോഡ് എത്തി. എനിക്ക് കാസർഗോഡ് തിരിച്ചു പോകുന്ന വഴിക്ക് ഈ ഒരു പോണ്ടം ജ്യൂസ് കണ്ടിട്ട് കയറിയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായത് ആ ഒരു പോണ്ടം അവരെ പുതിയത് എന്താ പറയുക ദിൽവാലെ പോണ്ടത്തിന് 2 ആളുമാണ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒത്തിരി നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ആൾക്കാരൊക്കെ കഴിക്കുന്നുണ്ട്. എന്താ ഷിബിലി മോൻ്റെ എന്ത് കിഫുൽ? ഓ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് വരാ. കാസർഗോഡ് തന്നെയാ. അപ്പം അത് കഴിക്കണമെങ്കിൽ പക്ഷെ 2 ആളുമാണ്. എനിക്ക് കഴിച്ചാൽ തീരുമില്ല, ഒരുപാടുണ്ട്. അപ്പം എന്താ പറയുക ഇവിടെ വേറൊരു ഷേക്കാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇതിൻ്റെ പേരെന്താ? ഇവരൊരു സ്പെഷ്യൽ ജ്യൂസാണ് പോണ്ടം ജ്യൂസ്. പിന്നെ പോണ്ടം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ഭാഷയിൽ പോണ്ടം എന്ന് പറഞ്ഞാൽ കരിക്കിനാണ് ഇവർ പോണ്ടം എന്ന് പറയുന്നത്. കൊക്കനട്ട് തന്നെ ആയിരിക്കല്ലേ മൊത്തത്തിലുണ്ടാവാം. പിന്നെ ഐസ്ക്രീമും കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും നാളെ പോയിട്ട് ജിമ്മ് നല്ലോണം ചെയ്യണം. അല്ലെങ്കിൽ സൈക്കിൾ ഒരു 20 കിലോമീറ്റർ ഓടിച്ചാൽ മാത്രമേ ഇതിൻ്റെ എന്താ പറയുക എഫക്റ്റോ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു ഇവരെ ദിൽവാല കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കയറിയത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ പകുതി കഴിച്ച് പകുതി ഇവിടെ ഇട്ട് കൊടുക്കേണ്ടി. അതായത് ഞാനിപ്പോൾ വാങ്ങിച്ചതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അതായത് സംഭവം അടിപൊളിയായിരിക്കും. പക്ഷെ നല്ല മധുരം ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പം എന്താ പറയുക എന്തായാലും കയറിയത് കഴിക്കാത്ര തന്നെ. അപ്പം ഞാനിപ്പം എന്ത് കഴിക്കുമ്പോൾ ജിമ്മിന് പോകാൻ കഴിയും. ജിമ്മിന് പോകുന്ന സമയത്ത് എല്ലാവരും ചോദിക്കും നീ ഇതിങ്ങനെ ജിമ്മിന് വന്നിട്ട് എന്നാ കാര്യം പുറത്ത് പോയിട്ട് ഇങ്ങനെ ഓരോരോ ഐറ്റംസ് കഴിക്കല്ലേ എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഇവിടേക്ക് പുറത്ത് പോയാൽ എന്താ ചെയ്യുക, ഇങ്ങനത്തെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. നമ്മുടെ നാട്ടിലില്ലാത്ത ട്രൈ ചെയ്യലല്ലേ ബെറ്റർ. പോണ്ടം ഷേക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എന്താ പറയുക ഇളനീർ ഷേക്ക് അതിൻ്റെ മേലെ ഒരു ഐസ്ക്രീം വെക്കുന്ന അത്രേ ഉള്ളൂ. ശരിക്കും കഴിക്കേണ്ട ആ ദിൽവാല പോണ്ട ദിൽവാലയാണ്. അവർക്ക് കുറച്ച് കാര്യമില്ല. ഷുഗറിൽ വന്നു കഴിഞ്ഞാൽ കഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട്സ് ഇവിടെ എത്തുമ്പോഴേക്കുണ്ടല്ലോ സമയം 4 മണിയായിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ പയ്യന്നൂരിൽ നിന്ന് പാലൂതെ കയറിയിട്ട് പാനിപ്പൂരിയെല്ലാം വാങ്ങിച്ചിട്ട് വന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാനിപ്പൂരി. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ച് വരുമ്പോൾ വാങ്ങിച്ച് ഇവിടെ മാച്ചുമ്മയിലുണ്ടല്ലോ അവർക്കെല്ലാം കൊടുക്കാൻ വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന്. അപ്പം ഇന്നത്തെ റൈഡിനെ കുറിച്ച് പറയുന്നത് പ്രത്യേകിച്ചൊന്നും പറയാണ്ട് നിങ്ങൾ ഓൾറെഡി കണ്ടതല്ലേ. നല്ല അടിപൊളി റൈഡായിരുന്നു. പറഞ്ഞത് അത് ഷെവിയുടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തുഷാരഗിരി എത്തിയത്. ഞാൻ തിരിച്ചു വരുന്ന വഴി പയ്യന്നൂർ എത്താനായിരുന്നു അവൾ വിളിച്ചത്. ഞാനിങ്ങനെ തുഷാരഗിരിയില്ലേന്ന് പറഞ്ഞു. ഞാൻ കുഴപ്പമില്ല, ഞാനിങ്ങനെ കാസർഗോഡെല്ലാം പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, എന്തായാലും നമ്മൾ അടിച്ചു പൊളിച്ച് അവരവിടുന്ന് അടിച്ചു പൊളിക്കുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് ഒറ്റയ്ക്ക് അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലും തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ തന്നെ നമ്മൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.